നീട്ടുക പ്രിയതാത, നടപ്പിലൻ കാലുകൾ വഴുതാതെ, കിടക്കയിൽ ഹൃദയം പതറാതെ, മരിച്ചാലും ജീവിതം തകരാതെ. കർത്താവിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 40 അതിൻ്റെ 10 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ നിന്റെ നീതിയെ എൻ്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചില്ല, നിന്റെ വിശ്വസ്തതയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു. നിന്റെ ദയയും സത്യവും ഞാൻ മഹാസഭയ്ക്ക് മറച്ചതുമില്ല. യഹോവേ, നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളയുകയില്ല, നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്റെ നീതിയെ എൻ്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചില്ല, നിന്റെ വിശ്വസ്തതയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു. ഹല്ലേലൂയാ, സ്തോത്രം. അതേ ദൈവമക്കളെ, കഷ്ടങ്ങളിലിരിക്കുമ്പോഴും ഇവയൊക്കെ വളരെ ശ്രദ്ധയോടെ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ ദൈവം നമ്മളെയൊക്കെ ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയാ, സ്തോത്രം. വിശ്വാസത്തിലിരിക്കുന്ന മക്കൾക്ക് ഇത് മനസ്സിലാവുമല്ലോ. ഏതെല്ലാം വിധത്തിലുള്ള ത്യാഗങ്ങൾ, കഷ്ടങ്ങൾ, വേദനകളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുമ്പോഴും അപ്പോഴും എൻ്റെ കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ദൈവം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്ത് ദൈവത്തെ വാഴ്ത്തുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെ ചെയ്യുന്ന ശുശ്രൂഷ സ്വർഗം മാനിക്കും തോർത്തു സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ദയയും സത്യവും ഞാൻ മഹാസഭയ്ക്ക് മറച്ചു വെച്ചതുമില്ല എന്ന വചനം അതേ പറയുവാൻ ദൈവമക്കളെ, കർത്താവ് തന്ന ഉപകാരങ്ങൾ എവിടെ നിന്ന് പറയാം, എവിടെ നിന്നും പറയാം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് തരുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസരങ്ങൾ ഒരിക്കലും പാഴാക്കല്ല. കർത്താവ് തരുന്ന അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളിൽ നമ്മൾ ആരെ ഭയപ്പെടാനാ ദൈവമക്കളെ? അവസരം കർത്താവ് എവിടെ വെച്ചാണോ തരുന്നത് അവിടെ വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മളെല്ലാവരും ദൈവം ഒരുക്കട്ടെ, അല്ലേ? അതാണ് നമുക്ക് ആവശ്യം ദൈവമക്കളെ. കർത്താവ് നമ്മുടെ മഹാകഷ്ടതയുടെ നടുവിൽ കൂടെ നിന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. അമ്മേ, ഈ ദൈവത്തിൻ്റെ സ്നേഹം എത്രയോ വലുതാ ദൈവമക്കളെ. വചനം കേൾപ്പിക്കുന്നു, യഹോവേ, നിന്റെ കരുണ നീ എനിക്ക് അടച്ച് കളയുകയില്ല. എത്ര സത്യമാണെന്നറിയോ ദൈവമക്കളെ? എത്ര കുറവുകളും വീഴ്ചകളും വന്നെന്ന് പറഞ്ഞാലും അനുതപിച്ച് തമ്പുരാൻ്റെ അരികിലേക്ക് കടന്നു വരുന്നവരോട് വീണ്ടും കരുണ കാണിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഒരിക്കൽ പോലും ദൈവമക്കളെ കളഞ്ഞ് തിരിച്ചെടുക്കാനിടയാകാതെ ഇറക്കി വെച്ച കുറവുകൾ എന്നേക്കുമായി കർത്താവിൻ്റെ പാദപീഠത്തിൽ വെച്ചുകൊണ്ട് ആമേ സ്തോത്രം, പാപം പിരിക സ്ഥാനത്ത് ഏറ്റവും അധികം കൃപ തരുന്ന നല്ല കർത്താവിന് വേണ്ടി നമ്മളെ തന്നെ അങ്ങ് വിട്ടുകൊടുത്ത് നല്ല സാക്ഷിയെ തീരുവാൻ കർത്താവ് ഒരുക്കട്ടെ. നിന്റെ ദയയും സത്യം എന്നെ നിത്യം പരിപാലിക്കും. അത് മാത്രം മതി ദൈവമക്കളെ. ബാക്കിയെല്ലാം മാറിപ്പോകും, ബാക്കി എല്ലാവരും മാറിപ്പോകാം. പക്ഷേ മാറാത്തത് നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും. ആമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പ എൻ്റെ ദൈവമേ, ഇതുവരെ ഞങ്ങളെ പോറ്റി പുലർത്തിയ നല്ല ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എൻ്റെ കർത്താവിന് വേണ്ടി നല്ല സാക്ഷിയായി തീരുവാൻ കർത്താവ് ഒരുക്കണേ. വീണ് കിടന്ന നാളുകളിൽ, കഷ്ടതയും കണ്ണുനീരും അനുഭവിച്ച നാളുകളിൽ, കണ്ണുനീരിൻ്റെ അനുഭവം കടന്നു വന്ന നാളിൽ, അനുഭവിക്കേണ്ട നാളുകളിൽ കർത്താവെ, ഞങ്ങളെയൊക്കെയും പൊന്നുപോലെ കാത്തു പരിപാലിച്ച് ആവിരിച്ച ചിറകിൻ മറവിൽ മറച്ചു നിർത്തിക്കൊണ്ട് ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവമേ, അങ്ങേക്ക് വേണ്ടി പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുക. ഈ സമർപ്പണത്തെ സ്വീകരിക്കണേ കർത്താവെ. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന സകല മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ സ്തോത്രം.